ഇരട്ടച്ചങ്കന് കട്ടയ്ക്ക് ഗവർണർ അമ്മാവൻ അല്ല ഗവർണർ അപ്പൂപ്പൻ. നിന്നേക്കാ മുമ്പേ നിൽക്കുന്ന പ്രസിഡന്റാണ് ഞാൻ. അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അവിടെ നിന്റെ അച്ഛൻ ഇരിക്കണം. കറുപ്പിൽ ഹാലളകിയ മഹാരാജാവും പേരക്കുട്ടികളും പിന്നെ പിണറായി പോലീസും. ചുവപ്പിൽ വിളറി പൂണ്ട ഗവർണർ അപ്പൂപ്പനും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലീസിനു പകരം പട്ടാളത്തെ നിരത്തിലിറക്കുമോ? മാധ്യമപൂതി അതാണെന്നാണ് തിരുമുൽ കാഴ്ച. വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന മഹാബലിയുടെ പ്രജകൾക്കിടയിൽ പിണറായിയും പരിവാരങ്ങളും കാടിളക്കുന്നു. അയാൾക്ക് പണ്ടീര വില കൂടിയാലെന്തരും കുറഞ്ഞാലെന്തരും 5 വർഷം പിടിച്ച് തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. അവരെത്തിയാലും എത്തിയില്ലേലും ഈ യോഗം നടന്നാലും നടന്നില്ലേലും 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അങ്ങ് പോകും. പിരിവിൽ കോടതി മൂക്ക് കയറിയിട്ടിട്ടും പുല്ലുവില. സപ്ലൈകോ വിലയിൽ തീരുമാനമായില്ല. റബ്ബർ സബ്സിഡി ക്രിസ്മസിനെങ്കിലും കിട്ടുവോ ആവോ? 1 മാസത്തെ പെൻഷൻ കിട്ടിയിട്ട് വേണം ജവാൻ ഒന്നടിക്കാൻ. സതീശന്റെയും സുധാകരന്റെയും യൂത്തന്മാർ ഇരട്ടച്ചെങ്കൽ ചൊറിഞ്ഞപ്പോൾ ഗൺമാനും പേരക്കുട്ടികളും എടുത്തിട്ടലക്കി. അങ്ങനെ ചെടിച്ചട്ടി കച്ചവടം ഉഷാറായി. ഗവർണർ അപ്പൂപ്പനെതിരെ ഷംസീറിന്റെ പേരക്കുട്ടികൾ ബാനറുമായി വഴിനീളെ ഇറങ്ങിയപ്പോൾ മിഠായി തെരുവിൽ ഗവർണർ അപ്പൂപ്പൻ ഹലുവ പരുവത്തിലായി. സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ മക്കളെ, നിങ്ങൾ അലച്ചരാണാ മക്കളെ. 23-ന് പള്ളി ഊര് ചുറ്റലും കഴിഞ്ഞ് പിണറായി മഹാരാജാവും പരിവാരങ്ങളും അങ്ങ് തിരുവനന്തപുരത്ത് കൊട്ടാരത്തിലെത്തുമ്പോൾ ഫയൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അങ്ങോട്ട് മുറിക്കുക, കുശാലായില്ലേ, വിളമ്പുക. നിങ്ങള് കുത്തിരിക്കുന്നു എന്നാ പറയാനാ. പുതുവത്സരത്തിന് പിന്നെ കാണാട്ടാ.